എന്റെ പേടി അതല്ല. ഓഫീസ് വീട്ടിനകത്ത് തന്നെ ആയതുകൊണ്ട് ലക്ഷ്മി മോളും ആ ജോലിക്കാരി പെണ്ണും അവളുടെ സ്വഭാവം കണ്ട് പഠിക്കുമെന്നാ. അഹങ്കാരം മാത്രമായിരുന്നെങ്കിൽ പോട്ടേന്ന് വെക്കാമായിരുന്നു. തർക്കുത്തരം അതാ സഹിക്കാൻ വയ്യാത്തത്. ഗോപനിത് വലിയൊരു കുരിശായി മാറും, അതുറപ്പാ. നമുക്ക് വളച്ചുകെട്ടൊന്നും ഇല്ലാതെ ഗോപനോട് നേരിട്ടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? അതുകൊണ്ടൊന്നും കാര്യമില്ല പ്രമീളെ. അയാൾക്കിപ്പോ നമ്മളെക്കാൾ വിശ്വാസം അവളെയാ. ആ വിശ്വാസം കളയാൻ വഴിയൊക്കെ ഉണ്ട്. എന്തു വഴി? കുറച്ച് ചീപ്പാ, പക്ഷെ നല്ല കാര്യത്തിനായതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യമേ പറയാം, ഇത് പുതിയ ഐഡിയ ഒന്നും അല്ല. പക്ഷെ ഇവിടെ ഇപ്പൊ തൽക്കാലം അത് മതി. ഭയങ്കര ജോലിയിലാണല്ലോ. ഈ സായിപ്പന്മാർക്ക് എപ്പോഴും ചേഞ്ച് വേണം. പുതിയ ചില ഡിസൈൻസ് ഉണ്ടാക്കുക. ആഹാ, നന്നായിട്ടുണ്ട്. കമലെ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു ചേച്ചി. കളർ കോമ്പിനേഷൻ. കാപ്പിയോ മറ്റോ എടുക്കണോ? അയ്യേ വേണ്ട വേണ്ട. ഹലോ. എനിക്ക് ആകെ ഒരു ടെൻഷൻ പ്രമീള. അതൊക്കെ സ്മൂത്തായി ചെയ്തു, പക്ഷേ വേണ്ടായിരുന്നു. ഡോണ്ട് വറി, നമ്മൾ അവളെ പോലീസിൽ ഏൽപ്പിക്കാനോ കേസെടുക്കാനോ ഒന്നും പോന്നില്ലല്ലോ. നമ്മളോട് കാണിച്ച അഹങ്കാരത്തിന് ഒരു തിരിച്ചടി, അത്രേ ഉള്ളൂ. അവളെ പൂർണ്ണമായി വിശ്വസിക്കാൻ കൊള്ളില്ലാന്ന് ഗോപന് മനസ്സിലാവണം. എന്നാലും ദൈവം പൊറുക്കൂല. നാളെ പള്ളിയിൽ പോയി 2 മെഴുകുതിരിയും കത്തിച്ചു വെച്ച് ഒന്ന് കുമ്പസാരിക്കും. ദൈവം മാപ്പാക്കിക്കൊള്ളും. തൽക്കാലം ഡ്രാമ നടക്കട്ടെ. നാളെ ഞാൻ കുറച്ച് വൈകും, ബാങ്കിൽ പോകണം. കണ്ണൂർ യൂണിറ്റിലെ സ്റ്റോക്ക് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് ഫോൺ ചെയ്യാൻ ഞാൻ ഫോളോ അപ്പ് ചെയ്തോളാം. ഞാൻ ബസ് സ്റ്റാൻഡിൽ വിടാം. ഞാൻ ബൈക്കിൽ കയറാറില്ല. പിന്നെ അത് എവിടെ പോയടി? കുളി കഴിഞ്ഞപ്പോ ഞാൻ അത് ഇവളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തത്. ഞാൻ എടുത്തില്ല ചേച്ചി. നിനക്ക് ശ്രദ്ധയില്ല, അത് തന്നെ കാര്യം. 2.5 പവനാ. അത് ഈ വീടിന് പുറത്തു പോകാനുള്ള നേരായിട്ടില്ല. എന്റെ പാറമേക്കാവ് ഭഗവതി, ഇന്നുവരെ കള്ളിന്നൊരു പേര് ഞാൻ കേൾപ്പിച്ചിട്ടില്ല. നിന്റെ പെട്ടിയും ബാഗും ഇങ്ങ് എടുക്ക്. ഇവിടെയുള്ള എല്ലാരും പരിശോധിക്കണം. ബഹളം വെക്കണ്ട ചേച്ചി, മാല ടിവിയുടെ മുകളിലുണ്ട്. ശരിയാ ചേച്ചി, ദാ ഇതല്ലേ. ഞാനാ അതവിടെ കൊണ്ടുവച്ചത്. കള്ളത്തരം കാണിക്കാൻ അറിയാത്തവരാനും ശ്രമിക്കരുത്. ചേച്ചി അതെന്റെ ബാഗിൽ കൊണ്ട് വെക്കുന്നത് ഞാൻ കണ്ടിരുന്നു. സാരമില്ല ചേച്ചി, പോട്ടെ, നാളെ കാണാം. ഒന്ന് ചിരിക്കടോ, മുഖം ഒന്ന് തെളിയട്ടെ. ഞാൻ അന്നേ പറയാറില്ലേ, ആ പെണ്ണുങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. അവറ്റകളുടെ മനസ്സ് ശരിയല്ലെന്ന്. മനസ്സെങ്ങനെ ശരിയാവാനാ ഇമ്മാനുവൽ? അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ജീവിതത്തിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ധൈര്യത്തിന്റെ ഒരു മുഖം മൂടി ഇട്ടിട്ടുണ്ടെന്ന്. 3 പേർക്കും ഉള്ളിൽ നല്ലോണം വിഷമമുണ്ട്. അതിന്റെ റിയാക്ഷൻ ചിലപ്പോൾ ദേഷ്യമാകും, വെറുപ്പാകും, അസൂയാകും. അല്ലാതെ കമലയോട് പേഴ്സണലായിട്ട് അവർക്ക് എന്തിനാ വിരോധം തോന്നുന്നത്? ദേ, ഈ പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ കുടുംബം എന്ന് പറയുന്നത് നോഹയുടെ പേടകം പോലെയാ. പാമ്പും പുലിയും കരടിയും മാനും ഒക്കെ അതിനകത്തുണ്ടാവും. ഒരു നയത്തിന് കൊണ്ടുപോയില്ലെങ്കിൽ ഇതെല്ലാം കൂടി കടിപിടി കൂടി അത് മുക്കുന്നുള്ളത് ഉറപ്പാ. ട്രീസ, പ്രമീള, രഹന, ഈ 3 പേരുടെയെങ്കിലും പേടകം മുങ്ങാതെ നമുക്കൊന്ന് കരക്കടുപ്പിക്കട്ടെ. ഒരിക്കൽ കുറെ ശ്രമിച്ചതല്ലേ, എന്നിട്ട് എന്തായി? ആ റൂട്ടല്ല ശരി. ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കണം. ചിലപ്പോൾ കമലയ്ക്കും അതിന് സഹായിക്കാൻ പറ്റും. ഞാൻ റെഡിയാ. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാനും റെഡി. എന്നാൽ ഈ നിമിഷം മുതൽ നമ്മൾ അതിനുള്ള നീക്കം ആരംഭിക്കുന്നു. ലെറ്റ് us start. ശബ്ദമുണ്ടാക്കരുത്, ശബ്ദമുണ്ടാക്കരുതെന്ന്. മിണ്ടാതിരിക്ക് കുട്ടി, മിണ്ടാതിരിക്കാൻ. ശബ്ദമുണ്ടാക്കരുത്. ഒന്നുമില്ല, തീർന്നു. ശബ്ദമുണ്ടാക്കരുത്. ഇങ്ങനെ നിലവിളിച്ച കേൾക്കുന്നവരെന്താ വിചാരിക്കും? ഇവള് പണ്ട് മുതലേ ഇങ്ങനെയാ ഡോക്ടർ. ഒരു മുള്ളു തെറിച്ചാ മതി, തല പോണ പോലെ അലറി വിളിക്കുക. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ സൂക്ഷിക്കണം. ഈ ഗുളിക ദിവസം 2 നേരം വെച്ച് കൊടുക്കണം. ഓക്കെ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്.
ആദ്യം തന്നെ ഒരു സോറി പറയട്ടെ ഡോക്ടർ. ഞാൻ ട്രീറ്റ്മെന്റിന് വന്നതല്ല. ഇരിക്കൂ. എന്റെ പേര് കമല. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ചെറിയൊരു ജോലിയുണ്ട്. ഹോസ്റ്റലിലാ താമസം. ഇടയ്ക്കൊക്കെ ചില വനിതാ മാഗസിനുകളിൽ ഫീച്ചർ എഴുതാറുണ്ട്. അതാ ഡോക്ടറെ കാണാൻ വന്നത്. എനിക്കൊരു ഇന്റർവ്യൂ വേണം. എന്റെയോ? ഞാനാര്? വെറും ഒരു പല്ല് ഡോക്ടർ. അത് ഡോക്ടർക്ക് പറയാം. പുറമേ നിന്ന് നോക്കുന്ന ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഡോക്ടർ അത്ഭുത. എത്ര കഥകളാ കേട്ടിരിക്കുന്നത്. വിരൂപയായ പെൺകുട്ടിയെ സുന്ദരിയാക്കിയത്, കല്യാണം കഴിക്കാതെ നിന്നുപോയ അവളെ മുമ്പ് വേണ്ടെന്ന് പറഞ്ഞ ആള് തന്നെ വന്ന് കെട്ടിയത്. അങ്ങനെ കുറെ ഉണ്ട്. അവരൊക്കെ എന്നെ ദൈവത്തെ പോലെ കാണുന്നത്. ഈ സിറ്റിയിൽ എന്നെപ്പോലെ കഴിവും ബുദ്ധിയും ഒരുമിച്ച് ഉപയോഗിക്കുന്നവർ വേറെ ഇല്ലെന്ന് തന്നെ പറയുന്നത്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല. പേരെന്താന്നാ പറഞ്ഞത്? കമല. സ്വീറ്റ്. പെട്ടെന്നൊരു താമരപ്പൂവിന് ഓർമ്മ വരും. താങ്ക് യു. ഞാൻ ഡോക്ടറെ സമയം കളയുന്നില്ല. സൗകര്യമായിട്ടൊന്ന് സംസാരിക്കണം. എപ്പോഴാന്ന് പറഞ്ഞാൽ ഞാൻ വരാം. സൗകര്യമായിട്ടെന്ന് പറയുമ്പോ ഞായറാഴ്ച മാത്രമേ എനിക്ക് ഒഴിവുള്ളൂ. മതി. അപ്പൊ ശനിയാഴ്ച വിളിക്കാം. കമലയുടെ മൊബൈൽ നമ്പർ തന്നോളൂ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എനിക്ക് മൊബൈൽ ഇല്ല. മൊബൈൽ ഇല്ലേ? എല്ലാരും കൊണ്ടു നടക്കുന്നതല്ലേ. അപ്പൊ ഒരു ചേഞ്ച്. വണ്ടർഫുൾ. ഇത്രയും ഡിഫറന്റ് ആയ ഒരു പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പൊ സാറ്റർഡേ. താമസിക്കുന്ന ഹോസ്റ്റലിന്റെ പേര് പറഞ്ഞില്ല. അങ്ങനെ പേരുള്ള ഹോസ്റ്റലൊന്നും അല്ല. ഒരു റിട്ടയർഡ് ടീച്ചറുണ്ട്, കാർത്തിയാനി ടീച്ചർ. അവരുടെ വീട്ടിൽ ഞങ്ങൾ 3-4 പേരും കൂടി താമസിക്കുക. ശരി. കാർത്തിയാനി ടീച്ചർ അതെവിടെ?